പ്രാദേശിക ന്യൂസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് പലർക്കും ദഹിക്കാതെ വരുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം കേരള വിഷൻ്റെ ഓഫീസ് കത്തി നശിച്ച വീഡിയോ ഞാൻ സംപ്രേഷണം ചെയ്തു. അതിന് എനിക്ക് കിട്ടാത്ത തെറി ഒന്നുമല്ല. പിന്നെ എൻ്റെ ലോക്കൽ ന്യൂസ് പലരുടെയും ഉറക്കം കെടുത്തുന്നു. നമുക്ക് സംസാരിക്കാം ബിനുവാലിലൂടെ. എന്നെ നിങ്ങൾക്ക് പറയാം, പക്ഷേ എൻ്റെ അമ്മയെക്കുട്ടി പറയുന്നതിൻ്റെ ഔചിത്യം എഴുതി വിടുന്നവരൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്മാറാൻ ഞാൻ തയ്യാറില്ല. ഗൈസ്, വീടുകൊണ്ട് പോവാം. ഞാൻ ബിനു ബാലൻ. കഴിഞ്ഞ ദിവസം ഞാൻ ഉൾപ്പെടെ താമസിക്കുന്ന വാർഡിൽ കേബിളും ഇൻ്റർനെറ്റും ഒക്കെ സപ്ലൈ ചെയ്യുന്ന കേരള വിഷൻ്റെ ഒരു പ്രാദേശിക ഓഫീസ് തീ പിടിച്ചതിനെ സംബന്ധിച്ച് എനിക്ക് നെറ്റില്ലാത്തതുകൊണ്ട് ഞാൻ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് അവിടെ ഒരു അപകടം നടന്നത്. ഞാൻ നമ്മുടെ വരിക്കാരും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരുമാണ് ഇതിൻ്റെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്. അവരെയൊന്ന് അറിയിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തു. റെജി അഗസ്റ്റൻ, കൊള്ളാം, പേരൊക്കെ നല്ലതാളും. അദ്ദേഹത്തിന് എന്നെ തെറി പറയാം. ഞാൻ ഇപ്പോൾ ഒരു ചുമ്മാ മുഖം പറിച്ചിട്ട് ആരെയും വേണം തെറി പറയാം. അദ്ദേഹം എന്നെ നല്ല തെറി പറഞ്ഞു. ഓട്ടെ, അത് ശ്രമിക്കാം. അത് കഴിഞ്ഞ് രണ്ടാമതും അദ്ദേഹത്തിൻ്റെ ഒരു പോയിൻ്റ് ആയിട്ട് തെറി പറഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് എൻ്റെ അമ്മയെ എടുത്തിട്ട് തെറി പറഞ്ഞു. ഇതിൻ്റെയൊക്കെ ഉത്ഭവവും ഉറവിടവും എല്ലാം നമുക്കറിയാം. അധികാരം തലയ്ക്ക് മൂത്ത് പ്രാന്തായി കഴിയുമ്പം ചില കേസ് കെട്ട് വരുമ്പം എതിർക്കുന്നവരെ തകർത്ത് കളയാം ഇങ്ങനെയുള്ള വിമർശനങ്ങളിലൂടെ. അത് പണ്ടത്തെ ഒരു നയമായിരുന്നു ഇവരുടെ. എന്ന് കരുതി ഞാൻ ഒളിച്ചോട്ടത്തിന് തയ്യാറില്ല. തുടർ വീഡിയോ വന്നുകൊണ്ടിരിക്കും. അത്രയ്ക്ക് സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മുടെ മൊബൈൽ ക്യാമറയിൽ എൻ്റെ പ്രാദേശികമായി നടക്കുന്ന നല്ല സന്തോഷങ്ങളും ആഘോഷങ്ങളും എൻ്റേതായ ചെറിയ വീഡിയോകളും അല്ലെങ്കിൽ ഞങ്ങളുടെ ഏരിയയിലുണ്ടാകുന്ന ചെറിയ കച്ചവടത്തിൻ്റെ അവരെയൊക്കെ ഒന്ന് പ്രോത്സാഹനം ചെയ്യുന്ന ഒരു ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു കേസുണ്ട്. അതാണ് എൻ്റെ ഈ പേജിലൂടെ ഞാൻ ഇത് ഇടുന്നത്. എൻ്റെ ഏരിയയിൽ നല്ല കച്ചവടം തന്നാലും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും, ബൂസ്റ്റ് ചെയ്യും. പ്രാദേശികമായി ഏത് വിഷയം ഉണ്ടെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കും. നമ്മളൊരു രാഷ്ട്രീയ മതവിലപ്പനോ അല്ലാതെ ഒരു വ്യക്തിവൈരാഗ്യം തീർക്കാനോ ഇതുവരെ പോയിട്ടില്ല. വ്യക്തിവൈരാഗ്യം രാഷ്ട്രീയ മുതലെടുപ്പ് വെച്ച് എനിക്കിട്ട് ചെയ്തു. അതൊന്നും ഇപ്പം പറയേണ്ട കാര്യവുമില്ല. നീണ്ട എൻ്റെ ജീവിതത്തിലെ നല്ലൊരു സ്വപ്നം തല്ലിക്കെടുത്തിയതാണ് ഈ അധികാര മോഹികൾ. എന്നിരുന്നാൽ പോലും നമുക്ക് അവരോട് പിണക്കവുമില്ല. പറയുമ്പോൾ എല്ലാവരും പറയണം. പക്ഷേ ഇങ്ങനെ തല്ലിക്കിടത്താൻ നോക്കിയാൽ ഒരിക്കലും ബിനുവാലൻ പിന്മാറാനും തയ്യാറില്ല. റെജി അഗസ്റ്റൻ, നിങ്ങൾ ചിന്തിക്കൂ. എൻ്റെ ചാനലും എൻ്റെ പേജും കാണുന്ന ഒരു 30% തീർത്തും ചെറിയ കുട്ടികളും ഫാമിലി മെമ്പേഴ്സും അല്ലാത്തവരും എല്ലാം എൻ്റെ വാർത്തയ്ക്കകത്ത് എല്ലാം ഉണ്ട്. എൻ്റർടൈൻമെൻ്റ് ഉണ്ട്, എൻ്റെതായ ഇതുണ്ട്. കൂടുതലും പിള്ളേരാണ് എനിക്ക് സപ്പോർട്ട് തരുന്നത്. അപ്പം അങ്ങനെയുള്ള എൻ്റെ ഈ വീഡിയോയ്ക്കകത്തോട്ട് നിങ്ങൾ ഇമാതിരി തെറി എഴുതിയിട്ടത് പക്ഷേ എനിക്ക് പ്രതികരിക്കാൻ അറിയാൻ മേലാണ്ടല്ല, പക്ഷെ മോശമാണ്. വിദേശത്തു നിന്നുള്ള പല സുഹൃത്തുക്കളും എന്നെ വിളിച്ചു ചോദിച്ചു, എന്നാ പിന്നെ വിഷയമൊന്നും ഒരു വിഷയമില്ല. കേരള വിഷൻ്റെ ഓഫീസ് തീ കിട്ടി. അത് നമ്മുടെ ഇവിടെയുള്ള വരിക്കാരെ ഒന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ചെന്നു നമ്മുടെ സുഹൃത്തുമായിട്ട് സംസാരിച്ച് അത് വീഡിയോ ഇട്ടതിനാണ് ഇമാതിരി തെറി. എന്നെ തെറി പറഞ്ഞോട്ടെ, പക്ഷേ അതിൻ്റെ മുകളിലത്തെ ഒരു ഇതിൻ്റെ അകത്ത് ഒരു പോയിൻ്റ് ഉണ്ട്. അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ദയവ് ചെയ്ത് കുട്ടികളെ ഈ ഒരു വീഡിയോ കാണിക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പം നാളെ സാന്ത്വതിയാണ്. ഇത് മിനിഞ്ഞാന്ന് നടന്ന സംഭവമാണ്, പക്ഷേ ഇന്നലെ പറയേണ്ടതായിരുന്നു. ഒരുപാട് പേരെന്നെ വിളിച്ച് ചോദിച്ചു, എന്നാ അഭിനും വിഷയം, നല്ല ആൾക്കാർ. പിന്നെ എല്ലാവരെയും പോലും നമുക്ക് ഹെലിക്കാമോ മറ്റു കാര്യങ്ങളോ സൗകര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമ്മളെ കഴിയുന്ന പിക്ചർ നമ്മൾ നിങ്ങളെ മുന്നിലെത്തിക്കുമ്പോൾ ഇമാതിരി തെറി അത് കൂടിപ്പോയി. ഗൈസ്, ഞാൻ ബിനു ബാലൻ വൈൻഡപ്പ് ചെയ്തു. ഗുഡ് നൈറ്റ്.